നാളെ അല്ല, ഇവിടുന്ന് കൊട്ടിയൂരിന്ന് യാത്ര ചെയ്യുമ്പോൾ ഇതുവരെ ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോഴേ തീരുമാനം എടുത്ത് ഞാൻ ചെരുപ്പ് തന്നെ. കാരണം ഇവിടുന്ന് പുറപ്പെടുന്നതിന് 2.5 മാസം മുമ്പ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നിടത്ത് ഞാൻ വീണായിരുന്നു. അപ്പോൾ ഇടത് കാലിൻ്റെ എല്ലിന് പൊട്ട് വീണു. 3 പ്രാവശ്യം ഇവിടെ എരുമാട് പോയി കെട്ടിച്ച്. അപ്പോൾ അത് 100% ഭേദമാകുന്നതിന് മുൻപാണ് യാത്ര തിരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുരക്കകത്ത് പോലും ചെരുപ്പില്ലാണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഈ കെട്ടിയ മരുന്നിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കണം അവർ തരുന്നത്. അപ്പോൾ അന്നേരം കാലിൻ്റെ അടി വളരെ നൈസാണ്. അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം നേരത്തെ തീരുമാനിച്ചു. പിന്നെ ഒരു 3 മാസം നേരത്തെ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ അന്നേരം ചെരുപ്പ് ഉപയോഗിച്ചു. പോകാൻ തോന്നുന്നുണ്ടോ അങ്ങോട്ടേക്ക്? എങ്ങനെ ഇതുപോലെ യാത്ര ചെയ്യാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇനി ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തോട്ട് പോകും. കാരണം എന്താ പറയാ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, ഒരു പ്രാവശ്യം പാദയാത്രയായിട്ട് ശബരിമല യാത്ര ചെയ്താൽ ഇത് നമ്മള് മറ്റ് ഈ നേർച്ചയായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഇന്ന കാര്യം സാധിച്ചാൽ ഞാൻ പദയാത്രയായിട്ട് പോയേക്കാം, നടന്നു പോയേക്കാം സ്വാമി, അങ്ങനെ പറയുന്നതല്ലാണ്ട് നമ്മൾ ഒരാഗ്രഹം ഉണ്ടാവും നടന്നു പോകണം. അങ്ങനെ ഒരു പ്രാവശ്യം ആരെങ്കിലും പോയിട്ടില്ല, ദിവസം അവർ പോകും. വേറെ പ്രധാനപ്പെട്ട പോകുമ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ യാത്രയിൽ അങ്ങനെ മറ്റു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിക്കുന്നില്ല. പോകുന്ന വഴിക്ക് അതും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്കതിൻ്റെ സൗകര്യങ്ങൾ കിട്ടും.